അപ്പോൾ നമ്മളങ്ങനെ ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ടിപ്പു സുൽത്താൻ്റെ ഓർമ്മ പോലും നിലനിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ടിപ്പു സുൽത്താൻ്റെ കോട്ട നശിപ്പിച്ച് കളഞ്ഞതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. 1799 ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നത്. ഇവിടെ തന്നെയാണ് ടിപ്പുവിനെയും അടക്കിയിരിക്കുന്ന, ടിപ്പുവിൻ്റെ മാതാപിതാക്കളെയും അടക്കിയിരിക്കുന്ന സ്ഥലമാണിത്. അതെ, ടിപ്പു സുൽത്താനെ രാജ, ടിപ്പു സുൽത്താനെ സമാജി, ടിപ്പു സുൽത്താനെ പാപ്പ. സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വരുന്നത് ഹിസ്റ്റോറിക്കൽ ടൗണായ ശ്രീരംഗപട്ടണത്തിലേക്കാണ്. ടിപ്പു സുൽത്താൻ അടക്കി വാണിരുന്ന നാടായ ശ്രീരംഗപട്ടണം, ടിപ്പു സുൽത്താൻ്റെ ശവശരീരം മറവ് ചെയ്ത നാട്. അപ്പോൾ അതും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഒരുപാട് വിശേഷങ്ങളുള്ളൊരു നാടാണ് ശ്രീരംഗപട്ടണം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്കായി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങളിത് ഹിസ്റ്റോറിക്കൽ ടൗണായ ശ്രീരംഗപട്ടണത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ എൻട്രൻസിൽ വെച്ചിരിക്കുന്ന ബോർഡാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ശ്രീരംഗപട്ടണത്തിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കും പുതിയൊരു അനുഭവമായി ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ലാൽമഹൽ പാലസ്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ടിപ്പു സുൽത്താൻ്റെ ശ്രീരംഗപട്ടണത്തിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള റൂട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാരിയ ദൗലത് ബാഗ്, കുംബസ്, ജുമാ മസ്ജിദ്, അങ്ങനെ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ്റെ പ്ലേസ് ഓഫ് ഡെത്ത് കൊടുത്തിട്ടുണ്ട്, കൊളോൺ ബെയിലി സ്റ്റങ്കിനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം, മറക്കരുത്. അതേപോലെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാവേരി റിവറും കാണാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്ക് പ്രവേശിക്കുക കേട്ടോ. ഇവിടെ വേറെ കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1800 AD ഇത് പണി കഴിപ്പിച്ചത്, ഇതിൻ്റെ പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരം ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ കീഴടക്കിയിട്ട് അവർ നശിപ്പിച്ച കൊട്ടാരമാണ് നമ്മൾ കാണുന്നത്. അതായത് ടിപ്പു സുൽത്താൻ്റെ ഓർമ്മ പോലും നിലനിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ടിപ്പു സുൽത്താൻ്റെ കോട്ട നശിപ്പിച്ച് കളഞ്ഞതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അലൗഡ് അല്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ വലിയൊരു കോട്ടയായിട്ടാണ് നമ്മൾ കാണുന്നത്, വലിയൊരു കോട്ടയാണിത്. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കൊട്ടാരമായിട്ട് വലിയൊരു കോട്ടയായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഇത് ഒരുപാട് ചരിത്ര നിർമ്മിതികളുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ വലിയൊരു രാജാവായിരുന്നു, മൈസൂർ അടക്കി ഭരിച്ച രാജാവായിരുന്നു എന്നാണ് പറയുന്നത്. മൈസൂർ കടുവ എന്നാണ് ടിപ്പു സുൽത്താനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ പവർ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിലുണ്ടായിരുന്ന പല സാധനങ്ങളും ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് ഇത് നോക്കിയിട്ട് ഞങ്ങൾക്കിനി ഇപ്പോൾ നിസ്സാര ടൈമുള്ളൂ. അല്ലായിരുന്നെങ്കിൽ ഞങ്ങളിത് മൊത്തം കൂടുതൽ വിവരണങ്ങൾ നിങ്ങൾക്ക് തന്നേനെ. പക്ഷേ ഞങ്ങൾക്കിനി ടിപ്പു സുൽത്താൻ്റെ ഡെത്ത് പ്ലേസിലേക്ക് പോകണം, അതേപോലെ തന്നെ ടിപ്പു സുൽത്താനെ അടക്കിയ സ്ഥലം, അങ്ങനെ അപ്പുറത്തേക്കൊക്കെ പോകണം കേട്ടോ. അതുകൊണ്ടാണ് അല്ലായിരുന്നു കുറച്ചും കൂടി ഇതിനെപ്പറ്റിയുള്ള കുറച്ചും കൂടി ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ കയറിയപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞത് ഇത് എടുക്കാൻ പാടില്ല എന്നാണ്, വീഡിയോ നോട്ട് അലൗഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി നമ്മളെ കുറേ വാച്ച് ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെട്ടെടുക്കുന്നതാണ്. ഷെയർ ചെയ്യണേ. ടിപ്പു സുൽത്താൻ മരണപ്പെട്ട സ്ഥലം ഇതാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയാണ് ടിപ്പു സുൽത്താനെ അവസാനമായിട്ട് ടിപ്പു സുൽത്താൻ്റെ ബോഡി കിട്ടിയ സ്ഥലം ഇതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെരുപ്പ് ഇടാൻ അനുവദനീയമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചെരുപ്പിടാതെ വേണം ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ.
അത്രയധികം അവർ ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഇത്. 1799 ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നത്. അതായത് 4th മൈസൂർ വാർ. ബ്രിട്ടീഷുകാർ ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്തു. അങ്ങനെയാണ് ടിപ്പു സുൽത്താൻ കൊല ചെയ്യപ്പെടുന്നത്. അവസാനമായി ടിപ്പുവിൻ്റെ ബോഡി കിട്ടിയ ഈ സ്ഥലം ഇവർ എന്താ പറയുക, അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഇവർ കൊണ്ട് നടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ചെരുപ്പ് പോലും കയറ്റാതെയാണ് ഇവർ നമ്മളെ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ടിപ്പു സുൽത്താൻ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചൊരു കൊട്ടാരത്തിലേക്കാണ്. ഇവിടെ തന്നെയാണ് ടിപ്പുവിനെയും അടക്കിയിരിക്കുന്ന, ടിപ്പുവിൻ്റെ മാതാപിതാക്കളെയും അടക്കിയിരിക്കുന്ന സ്ഥലമാണിത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ നമ്മളീ കാണുന്നത്, കുംഭസ്. ഇവിടെയൊക്കെ നമുക്ക് ലെഫ്റ്റിലും കാണിച്ചില്ല, നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ലെഫ്റ്റിലൊക്കെ നമുക്കൊരു ശവക്കല്ലറുകൾ കാണാം കേട്ടോ. ഉണ്ടോ, റൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും കുറേയൊക്കെ. ഇതൊക്കെ ടിപ്പുവിൻ്റെ, ഒരുപക്ഷെ ടിപ്പുവിൻ്റെ അനുയായികളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇനി ഒരു 100 വർഷം കഴിഞ്ഞാൽ ആൾക്കാർ ഓർത്തിരിക്കുന്ന എന്താ പറയുക, അത്രയും വലിയൊരു സംഭവമാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ്റെ ഓരോ നിർമ്മിതികൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത്ര മനോഹരമാണ് പണിതിരിക്കുന്ന ഓരോ നിർമ്മിതികളും. നമ്മളിവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പ് ഇവിടെ ഊരി വയ്ക്കേണ്ടതാണ്. ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും നമ്മുടെ ചെരുപ്പ് ഊരി വയ്ക്കേണ്ടതാണ്. ഇവിടെ ഒരു കൊടിയൊക്കെ കാണാം കേട്ടോ. 1750 മുതൽ 1789 വരെ മൈസൂർ ഭരിച്ചിരുന്ന രാജാവായ ടിപ്പു സുൽത്താൻ്റെ ശവക്കല്ലറ കാണാനാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ തരുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഒരുപാട് ശവക്കല്ലറകൾ കാണാൻ കഴിയാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഗൈഡില്ലാത്തതുകൊണ്ട് കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല എങ്കിൽ പോലും ഇതൊക്കെ ടിപ്പു സുൽത്താൻ്റെ അനുയായികളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ അങ്ങനത്തെ ആൾക്കാരെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കാലം പഴക്കമുള്ളതാട്ടോ ഈ കാണുന്ന മൊത്തം നിർമ്മിതികൾ. അതേപോലെ തന്നെ എന്നും ഇതിൽ ഇവർ പൂക്കളർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അതേപോലെ തന്നെ ഒരു അത്ഭുതം എന്ന് പറയുന്ന ഒരു നിർമ്മിതിയാണ് ഈ കെട്ടിടം. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച ഈ കെട്ടിടം അതിമനോഹരമാണ് കാണാനായിട്ട്. നൂറ് വർഷത്തിനടുത്ത് പഴക്കമുള്ള ഈ കെട്ടിടം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ തൂണുകളൊക്കെ എൻ്റെ പൊന്നോ പിടിച്ച് നമ്മൾ എന്താ പറയുക, തൊട്ട് നോക്കുമ്പോൾ തന്നെ വേറെ ഒരു ലെവലാണ്. ഇത് കാണാനായിട്ട് നമ്മളോട് റൈറ്റ് സൈഡിൽ നിന്നാണ് പറഞ്ഞത്. റൈറ്റ് സൈഡിലേക്ക് നമ്മളിങ്ങനെ അവർ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ് കാണിക്കാനായിട്ട്. ഇതാണ് വരുന്നത് ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന ഒരു എൻട്രൻസ്. അത് ടിപ്പു സുൽത്താൻ്റെ രാജാവ്, ടിപ്പു സുൽത്താൻ്റെ സമാധി, ടിപ്പു സുൽത്താൻ്റെ പാപ്പ ഹൈദർ അലി ബഹാദൂർ. എല്ലാം ഇന്ത സൈഡ് അച്ഛ ഫാമിലി ഇന്ത സൈഡ്. इधर में रोड कावेरी नदी, राइट साइड म्यूजियम इन श्रीरंगपट्टनम उள்ள पल्ली, डेट प्लेस, जैन पैलेस, टेंपल 8 प्लेस अम्मे अच्छा टिपु सुल्तान इन वाइफ ಎಲ್ಲ வெளியில இந்த சைடு. அங்க எப்படி ഇത് ഫാദർ ഫാമിലി, അച്ഛ ഫാമിലി. അത് ടിപ്പു സുൽത്താൻ്റെ അച്ഛൻ്റെ ഫാമിലി, അച്ഛ ഫാമിലി. സോൾജേഴ്സ്, മിലിറ്ററി കമാൻഡർ ഓഫീസർ. ഓക്കെ. അത് ടിപ്പു സുൽത്താൻ ആൻറ്റി, സിസ്റ്റർ, ഡാറ്റർ എല്ലാം ഇന്ത സൈഡ്. ടിപ്പു സുൽത്താൻ്റെ മക്കളെയൊക്കെ അടക്കിയിരിക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ 2 ലക്ഷം രൂപ വർപ്പിൽ ಸುತ್ತಿ 36 ಕಲ್ಲು ಇருக்கு. ಅಚ್ಚ ಟಿಪ್ಪು ಸುಲ್ತಾನ್ 36 ವರ್ಷ ರಾಜಭಾರ ಪಂಡು 36 പേര്. 7 സൺ 1 ഡാറ്റർ 2 ബൈ. അന്നത്തെ കാലത്ത് പണിത ഈ കല്ലിന് ഏകദേശം അന്നത്തെ കാലത്ത് ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ നിർമ്മിതിക്ക് എത്ര രൂപ എന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 8 പ്ലേസിനടുത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. മുസ്ലിംസ് അത്രയും പവിത്രമായി കാണുന്ന ഒരു സ്ഥലം കേട്ടോ അത്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കയറിയപ്പോൾ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ഇപ്പോൾ
ഇതിനകത്ത് ടിപ്പു സുൽത്താൻ്റെ കബറടക്കുന്നതിൻ്റെ അടുത്ത് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അകത്ത് ക്യാമറ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6:30 വരെയാണ് നമുക്കിവിടെ ടൈമിംഗ് വരുന്നത്. ഒരു ജാതി ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്നതാണ്. ഇത് കണ്ട മെഴുകുതിരിയും മറ്റേ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ഒരു പവിത്രമായൊരു സ്ഥലം പോലെയാണ് അവരിത് കൊണ്ടു കിടക്കുന്നത്. കാണിച്ചിട്ട് ഈ പൂന്തോട്ടം പോലും അത്രയും പവിത്രമായിട്ടാണ് അവരിത് കൊണ്ടു കിടക്കുന്നത്. അതേപോലെ തന്നെ ഇതിനോട് ചേർന്നുള്ള ടിപ്പു സുൽത്താനെ അടക്കിയ സ്ഥലത്തിനോട് ചേർന്നുള്ള ഒരു പള്ളിയാണ്, മുസ്ലിം പള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവർക്ക് പ്രാർത്ഥിക്കാനാണെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാവുന്ന ഒരു സൗകര്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഫ്രണ്ടിൽ കണ്ടതൊക്കെ ടിപ്പു സുൽത്താൻ്റെ മക്കൾ, പിന്നെ അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ ബന്ധുക്കൾ, അങ്ങനെ ഓരോരുത്തരെ അടക്കം ചെയ്തിരിക്കുന്നതാണ് ഫ്രണ്ടിൽ കാണുന്നത്. ടിപ്പു സുൽത്താനെ അടക്കം ചെയ്ത സ്ഥലമാട്ടോ നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഇതൊക്കെ ആ നൂറ്റാണ്ടിൽ എന്താ പറയുക, വലിയൊരു അത്ഭുതമായിട്ടാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത്. നിങ്ങളിത് ഇവിടെ വരാത്തവരൊക്കെ മിസ് ചെയ്യരുത്, വരണം, കാണണം. അത്രയും മനോഹരമാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതികളും. ടിപ്പു സുൽത്താൻ എന്ന മൈസൂർ കടുവയെ നമിച്ചേ പറ്റൂ. അതിമനോഹരമെല്ലാം. അതേപോലെ തന്നെ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ഒരു നല്ല അടിപൊളി കുതിരകളുണ്ട് കേട്ടോ. നമുക്ക് ഹോഴ്സ് റൈഡിങ് ഉണ്ട് ഇവിടെ. നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്ന കേസുള്ളൂ. മറിച്ചിട്ടാലോ? കേറിയിരിക്കല് മാത്രമേ ഉള്ളൂ, ഇരിക്കല് മാത്രമേ ഉള്ളൂ, ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ നീ കുതിരേൻ്റെ പുറത്തേക്ക് പോകണ്ടോ അറിയില്ല. മച്ചന്മാരെ, നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി പ്ലേസ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വൃന്ദാവൻ ഗാർഡൻ കാണാൻ വന്നു കഴിഞ്ഞാൽ മൈസൂർ വരുമ്പോൾ നിങ്ങൾ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അടിപൊളി പ്ലേസ് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരു 15 മിനിറ്റ് ലേറ്റായി, എല്ലാവരും നമുക്ക് കാണാമായിരുന്നു. നല്ല പ്ലേസ് കേട്ടോ, നല്ല രസമാട്ടോ കാണാനായിട്ട്. നമുക്ക് ഇതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ കാണണമെങ്കിൽ കാണാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്ത് ഭംഗി കാണാൻ ഈ സ്ഥലമൊക്കെ. ഇതിപ്പോൾ ഇവർ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പാറയൊക്കെ ഇടിച്ച് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. എന്നാലും ഭയങ്കര രസമായിട്ടാണ് കാണാൻ, ഭയങ്കര ഭംഗി. നമ്മൾ ഈ നൈറ്റ് ഈ സമയത്തായതുകൊണ്ടാണോന്ന് അറിയത്തില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ സ്ഥലം എന്തായാലും നിങ്ങൾ മറക്കണ്ട. വൃന്ദാവൻ ഗാർഡൻ കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ നമ്മൾ മുകളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വഴി കാണാവുന്നതാണ്. ഈ വഴി എന്തായാലും കാണണ്ട, അത്ര ബ്യൂട്ടിഫുള്ളാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.